എം കെ രാഘവൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, MP കോഴിക്കോട് MP. ശ്രീ രാഘവൻ, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അല്പസമയം മുമ്പ് ഞങ്ങൾ SP യുമായി സംസാരിച്ചപ്പോൾ SP പറയുന്നത് ആശങ്ക വേണ്ടതില്ല, നാളെ 5:30 വീണ്ടും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും. പക്ഷേ തടസ്സമായി നിൽക്കുന്നത് പ്രതികൂലമായൊരു കാലാവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങ് ബന്ധപ്പെട്ടപ്പോൾ എന്താണ് അങ്ങേക്ക് അറിയാൻ സാധിച്ചത്? നമുക്ക് ഫീൽഡിൽ നിൽക്കുന്നവർ പല അഭിപ്രായങ്ങളാണ് പറയുന്നത്, പക്ഷേ ഇപ്പോഴും പ്രതീക്ഷ ബാക്കിയുണ്ട് എന്നാണ് പലരും നൽകുന്ന സൂചന. ഇന്നലെ വൈകുന്നേരമാണ് ഈ വിവരം കൃത്യമായി ഞാൻ അറിയുന്നത്. അദ്ദേഹത്തിന്റെ അർജുന്റെ ഭാര്യയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എൻ്റെ വീട്ടിൽ വരികയും ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അങ്ങനെ ഫോണിൽ ബന്ധപ്പെട്ടു. ഉടനെ തന്നെ ഞാൻ ആ സ്ഥലത്ത് സ്പോട്ടിലുണ്ടായിരുന്ന SP നാരായണനുമായി സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: തീവ്രമായ മഴയാണ്, രക്ഷാദൗത്യത്തിന് ഒരു പരിമിതിയുണ്ട്, അതുകൊണ്ട് കൂടുതൽ രക്ഷാദൗത്യ പ്രവർത്തനം നാളെ മാത്രമേ നടത്താൻ സാധിക്കൂ, അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. ഒന്ന്. രണ്ടാമതും പറഞ്ഞത് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. മറ്റൊന്ന് സൂചിപ്പിച്ച അദ്ദേഹം പുഴ കവിഞ്ഞൊഴുകുന്നു, പ്രളയം പോലെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇന്നലെ തന്നെ ഞാൻ കർണാടക മുഖ്യമന്ത്രി ബഹുമാനായ സിദ്ധരാമയ്യ ഫോണിൽ ബന്ധപ്പെടുകയും അതുപോലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശിവകുമാറിനെ ഫോണിൽ ബന്ധപ്പെടുകയും ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഒന്ന്, അർജുനെ രക്ഷപ്പെടുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യം. കാരണം ഇത് പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി എന്നോട് പറഞ്ഞത്. അങ്ങനെ ഇന്ന് വീണ്ടും രാവിലെ രണ്ടുപേരെയും വീണ്ടും കർണാടകത്തിൽ ബാംഗ്ലൂരിൽ വിളിക്കുന്നു, സംസാരിക്കുന്നു. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൂടെ തന്നെയാണ് തുടർ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. NDRFും അതുപോലെ തന്നെ നേവിയുടെ ടീമും എല്ലാം വന്നതിന് ശേഷമാണ് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് നേരത്തെ ഇവിടെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഞാൻ ഇന്നും ഈ പറയുന്ന SP യുമായി എല്ലാവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എങ്ങനെയെങ്കിലും അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ആ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ മാത്രമേ കൂടുതൽ ഈ രക്ഷാദൗത്യം നടക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ശ്രീ M K രാഘവൻ, ഇതിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അല്പം വൈകിയിരുന്നോ? ഇപ്പോൾ കേരളം ഇടപെട്ട ശേഷം വേഗം കൂട്ടി എന്നുള്ള മനസ്സിലാക്കലാണോ താങ്കൾക്കുള്ളത്? മഴ തീർച്ചയായും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴും ആദ്യം വളരെ പതുക്കെയായിരുന്നെന്നും മുഖ്യമന്ത്രിയുടെ കത്തും ഗതാഗത മന്ത്രിയുടെ പ്രതികരണം, താങ്കളടക്കമുള്ളവർ നടത്തിയ ഇടപെടലുകൾക്ക് ശേഷമാണോ കാര്യങ്ങൾക്ക് വേഗം വെച്ചത്? അല്ല, ഞങ്ങൾ ഇന്നലെ തന്നെ ബന്ധപ്പെട്ടു. ഇന്നലെ ഞാൻ മാത്രമല്ല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എല്ലാം ഇന്നലെ തന്നെ ബാംഗ്ലൂരിൽ മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. ഇന്ന് രാവിലെ വീണ്ടും ഞാൻ രണ്ടുപേരുമായി സംസാരിച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശിവകുമാറുമായി സംസാരിച്ചു. ഉടനെ തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വളരെ പെട്ടെന്ന് വിളിക്കുകയും തുടർ നടപടി പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് NDRF അതുപോലെ നേവിയുടെ ടീം എത്താൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ചെയ്യാൻ കഴിയാവുന്ന മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെടാൻ പറ്റാവുന്ന രീതിയിൽ എല്ലാവരും ബന്ധപ്പെടുകയാണ്. ഞാൻ അവിടെ ബാംഗ്ലൂരിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും അർജുനെ രക്ഷപ്പെടുത്തണം, ഇതാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ രക്ഷാദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ്. വളരെ നന്ദി പ്രതികരിച്ചതിന്. ഒരുമയോടുകൂടി നമ്മൾ പരിശ്രമിക്കുകയാണ്, പക്ഷേ എല്ലാ പരിശ്രമങ്ങളും വലിയ മൺകൂനയിൽ തട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കൂ, ആ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ മണ്ണ് ഉയർന്നു കിടക്കുകയാണ്. ടിപ്പർ വന്ന് ഇത് JCB മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. മാറ്റിയാലും തീരാത്ത എത്രയോളം മണ്ണ്, അല്ലെ 60,000 ടൺ വന്ന് പതുക്കെയാണ് വീഴാണ്. അപ്പോൾ അതിൽ വലിയ പാറകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതിൽ ഇപ്പോഴും അദ്ദേഹം ഏതെങ്കിലും ശ്രീ MP നമുക്കൊപ്പമുണ്ട്. ശ്രീ M K രാഘവൻ, അങ്ങേക്ക് എന്തോ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞു, അങ്ങേക്ക് സൂചിപ്പിക്കാം. ഞാൻ ഒരു കാര്യം കൂടെ, ഞാൻ ഇതിൻ്റെ അകത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു കുറ്റകരമായ അനാസ്ഥ കാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണം. കാരണം NHന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതി കൂടിയാണ് ഇത്. ഈ ഒരു വിപത്ത് എന്ന് പറയുന്നത് മണ്ണിടിച്ചിലിന്റെ ഒരു കാരണം കൂടി കണ്ടെത്തേണ്ട പ്രശ്നമുണ്ട്. പക്ഷെ NH ഈ വിഷയം ഗൗരവമായി എടുത്തില്ല എന്നുള്ളതാണ് അവിടുന്ന് കിട്ടുന്ന ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് NHന്റെ ഒരു റോള് ഇതിൽ അന്വേഷിക്കേണ്ട വിഷയമാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഫ്രജൈലായ, വളരെ ദുർബലമായൊരു പ്രദേശത്തുകൂടിയാണ്. മാത്രമല്ല അതിൻ്റെ വലതുഭാഗത്ത് ഈ നദി ഒഴുകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കരുതിയിരിക്കണമായിരുന്നു എന്നാണല്ലേ?
ശ്രീ എം കെ രാഘവനാണ് പറഞ്ഞത്. വളരെ അതെ അതെ. മാത്രമല്ല, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നൊരു ദൃശ്യമുണ്ട്. അല്പസമയം മുമ്പ് RTO സംഘം അവിടെ എത്തിയ സമയത്ത്, രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ചെങ്കുത്തായ പ്രദേശത്ത് നിന്ന് ചുവന്ന മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ഒട്ടും ശാസ്ത്രീയമായ രീതിയിലല്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനാസ്ഥ കൂടി ഇതിൽ കണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവിടെ നിന്ന് ആളുകൾ വിളിച്ചു പറയുമ്പോൾ കിട്ടുന്ന സൂചന അതാണ്. മാത്രമല്ല ശ്രീ എം കെ രാഘവൻ, ഒരു കാര്യം കൂടി, ഞങ്ങൾ ആ പ്രദേശം പരിശോധിക്കുകയായിരുന്നു. നമ്മൾ അവിടെ പോയ ഞങ്ങളുടെ റിപ്പോർട്ടർമാരും അതല്ലാതെയും നമുക്ക് കിട്ടിയ ഗൂഗിൾ മാപ്പിംഗ് വഴി നോക്കുമ്പോൾ ആ പ്രദേശത്തൊക്കെ സ്ഥിരമായി ഇതേപോലെ വാഹനങ്ങൾ കൊണ്ടിടുകയും അവിടെ ധാബാ സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും അപകട സാധ്യതയുള്ള, മണ്ണിടിച്ചിൽ സാധ്യതയുള്ളൊരു പ്രദേശത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി അതിനെ അനുവദിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ റോള് വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ്, വളരെ ഗൗരവമായി. അതെനിക്ക് തോന്നുന്നത് ഇതുപോലെ റോഡിന് ഇരുവശവും ഇങ്ങനെ വലിയ തോതിൽ ഈ മല തുരന്നുള്ള റോഡ് പണിയൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ. ഇതൊരു അപായമണിയാണ്. ഒരു സംശയം വേണ്ട ഈ കാര്യത്തിൽ. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ കാര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിലപാടെന്താണെന്ന് അറിയണം. അവരെന്ത് നടപടി സ്വീകരിച്ചു എന്നറിയണം. ഇത്രയും സംഭവം നടന്നിട്ട് അവർ വേണ്ടത്ര അത് അവിടെ ചെയ്തില്ല എന്നുള്ളതാണ് കിട്ടുന്ന വിവരങ്ങൾ. കറക്റ്റ്. താങ്ക് യു ശ്രീ എം കെ രാഘവൻ. MP ആണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. വളരെ ഗുരുതരമായൊരു ആരോപണമാണ് MP ഉന്നയിച്ചിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഇക്കാര്യത്തിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഇത്തരം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് ഇതേപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഒരു കാരണവശാലും വേഗം കടന്നു പോകേണ്ട സ്ഥലമാണ്. ഡോക്ടർ, ഈ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ദേശീയപാതയുടെ ഓരത്താണെങ്കിൽ അവിടെ ഭിത്തി നിർമ്മിക്കണ്ടേ? സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം. അങ്ങനെയുള്ള ഒരു സംരക്ഷണ ഭിത്തിയും ആ ഭാഗത്ത് ഒരിടത്തും സൈൻ ബോർഡും ഇല്ല. ആ ഭാഗത്ത് ഒരിടത്ത് സൈൻ ബോർഡും ഇല്ല. മാത്രമല്ല, ടാങ്കർ ലോറികൾ നിർത്തിയിടുകയാണ്. നേരത്തെ മുനീർ നമ്മുടെ ചർച്ചയിലും ഒപ്പം തന്നെ മറ്റൊരാൾ സുജയുടെ കൂടെയും സംസാരിച്ചപ്പോൾ പറയുന്നത് കേട്ടു, ആ ഭാഗത്ത് സ്ഥിരമായ വാഹനങ്ങൾ നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകും. രാവിലെ എഴുന്നേറ്റ് ദോശയൊക്കെ കഴിച്ചിട്ടാണ് പോവുക ഇവരവിടെ. അതായത് രാത്രി മുഴുവൻ ഉറങ്ങാൻ കിടക്കുന്ന പ്രദേശമാണ്. എത്ര അപകടകരമായ സാഹചര്യത്തിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു സൈൻ ബോർഡ് ഇല്ല, വേണ്ടത്ര രീതിയിലുള്ള എൻഫോഴ്സിബിലിറ്റി സംവിധാനങ്ങളില്ല. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൂടി സംഭവിച്ചിരിക്കുന്ന പാളിച്ചയെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. എം കെ രാഘവൻ MP പറഞ്ഞതിൽ വാസ്തവമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.